ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നെറ്റ് നെറ്റ് വെച്ചിട്ടുള്ളൊരു ബോ ആണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അതായത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നെറ്റിൻ്റെ ഉള്ളിൽ ബീഡ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇവർ ഈ ബീഡ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, ഭയങ്കര ഒരു കഴിവാണല്ലോ എന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ, പലവരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കിതിന് ഓർഡറും ഉണ്ട്. അതായത് നെറ്റിൻ്റെ എല്ലാതും നമ്മൾ വീഡിയോസ് അന്ന് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെറ്റിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ 10 ഇഞ്ചാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതുപോലെ തന്നെ നീളം വരുന്നത് 6. ഒരു 6, കറക്റ്റ് ഒരു 6 ഇതിനെടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യണത്, ഇതിങ്ങനെ ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് മാത്രം മതിട്ടാ, കുറച്ച് ബീഡ്സ് ഇവിടെ വെച്ചെടുക്കുക. കൂടുതലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കനം കൂടും. കുറച്ച് ബീഡ്സ് എവിടെയും നമ്മൾ ഇട്ട് കൊടുക്കുക. വൈറ്റ് ബീഡ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ബീഡ്സ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബീഡ്സ് വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കും, ഓരോരുത്തർ ഷോർട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടാണല്ലോ ചെയ്യണത് എന്നുള്ളത്. പക്ഷേ അത് ഓരോ സംഭവം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പെണ്ണ് ചെയ്യണതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സംഭവം ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ 2 ഭാഗത്തും ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. കുറച്ചൊരു ടാസ്ക്കാണ്, കാരണം ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത്. അതുപോലെ നമ്മളിത് ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. കണ്ട വീഡിയോസിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. കുറച്ച് എന്തൊരു സംഭവമാണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കില്ലല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടേക്ക് മടക്കി കൊടുക്കുക. കണ്ട അതുപോലെ ഈ ഒരു ഭാഗം നമുക്കിവിടെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നമുക്ക് മടക്കി കൊടുക്കുക. കണ്ട നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, കത്രിക മാറ്റിയിട്ട് ഇതിങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരിക. കണ്ട ഇതിവിടെ അങ്ങനെ കെട്ടിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരട്ടാം. വിടാനൊരു പേടിയാണ്, കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ്. അതാണ് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ആദ്യം പോലും ചെയ്യേണ്ടി വരും. അതിന് 4 പ്രാവശ്യം ചുറ്റിയിട്ട് പിന്നെ നമുക്ക് അവിടെ ഒരു ടൈറ്റായിട്ടൊക്കെ എടുക്കും അത്. അപ്പോൾ പിന്നെ നമുക്കൊരു പേടില്ല. ഇനി ഇവിടെ അത് അങ്ങനെ കെട്ടിക്കൊടുക്കുക. ബാക്കി വരുന്ന ഇത് നമുക്കിങ്ങനെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. കണ്ട
ഞാൻ കുറച്ച് മാത്രമാണ് ഞാൻ ബീഡ്സ് ഇട്ടെടുത്തുള്ളൂ. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗമാണെങ്കിലും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അങ്ങനെ കോണാക്കിയിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ട, ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കിങ്ങനെ ഏകദേശം ഒരു എത്ര വലുപ്പമാണ് എന്നുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇത് ഇവിടുന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരിക, അറ്റം വരെ ചുരുട്ടിയിട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നൂലുപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുക. ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവോ, അതിൻ്റേതായ ഒരു റിസ്കിൽ വേണം നമ്മൾ ചെയ്യാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ബോ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമ്മുടെ നെറ്റിൻ്റെ നെറ്റിൻ്റെ ബോ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാൻ ഇതിവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി ചുറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നമുക്കിങ്ങനെ സെൻറ്ററിൽ കൂടെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് തുന്നി കൊടുക്കുകയാണെങ്കിൽ തുന്നി കൊടുക്കുക, അതല്ല പശ ഒട്ടിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പശ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ തുന്നി കൊടുക്കുകയാണ്, പശപ്പിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇല്ല, എടുക്കാൻ പോകാനൊരു മടി. അപ്പോൾ അതേപോലെ തുന്നി കൊടുക്കുക. തുന്നി കൊടുക്കുമ്പോൾ വൃത്തിയിൽ തുന്നി കൊടുക്കുക. കാരണം കസ്റ്റമർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് വെച്ചെങ്കിൽ അതിൻ്റേതായ വൃത്തിയിലും വെടുപ്പിലും വേണം നമ്മൾ കൊടുക്കാൻ, എന്നാലാണ് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് അവരെടുക്കുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൂചി നൂലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തുന്നി കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അതിന് വെച്ചിട്ട് ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും വാങ്ങണ്ട. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ടാസ്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും അത് കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ചിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.